ഇന്റേൺഷിപ്പ് നടന്ന കാലം തൊട്ട് ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ 1-2 കമൻസും എൻ്റെ യൂട്യൂബിലും ഞാൻ കണ്ടിരുന്നു. ഫസ്റ്റ് എന്തായാലും നമുക്ക് റെഡി ആയിട്ട് കോളേജിലല്ല കോടതിയിലേക്ക് ഇന്ന് പോകാം. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോടതിയിലാണ്. എന്തായാലും രാവിലെ 9:30 മുന്നേ നമുക്ക് ഓഫീസിൽ ചെല്ലണം. ആഫ്റ്റർ ദാറ്റ് അവിടെ നിന്നാണ് നമ്മൾ കോടതിയിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ കോടതി ജംഗ്ഷൻ ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോടതിയിലേക്ക് അവിടുന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഒരു 2 മിനിറ്റ് പോലും നടക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ ഓഫീസിലേക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 9:25 എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരു 9:30-9:35 ആവും. പക്ഷെ സാറ് പാവം. ഹൈക്കോടതിയുടെ ചുറ്റുവട്ടത്തും സബ് ജയിൽ, അതുപോലെ പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് എന്നിങ്ങനെ ഉണ്ട്, എല്ലാം ഉണ്ട്. സംഭവം ഞാൻ ഈ ഇന്റേൺഷിപ്പ് തുടങ്ങി ഒരു സീരീസൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അന്ന് തൊട്ട് കമൻറ്റ് ബോക്സുകൾ ഞാൻ കാണാറുണ്ട്. ആൻഡ് കുറേ ഒന്നും ഇല്ലെങ്കിലും 1-2 ഒക്കെ കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ആൻഡ് അതിൻ്റെ ഒന്നും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നില്ല. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കറിയാം അയക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഇന്റേൺഷിപ്പായിട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പെയ്യെ തീർക്കാം ഈ വീഡിയോയിലൂടെ. നമ്മുടെ ആളൂസ് ആൻഡ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഓഫീസ്. കുഞ്ഞോൻ പ്ലാസ എന്ന് പറയും. അവിടെ മുഹമ്മദ് ഇക്ബാൽ സാറിൻ്റെ അടുത്തിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ആൻഡ് സാറിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് എടുപ്പിരുന്ന് കേൾക്കാറുണ്ട്. അതല്ലാണ്ടും എക്സ്ട്രാ വരുന്നതും നമ്മൾ കേൾക്കാറുണ്ട് പോയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇന്റേൺഷിപ്പ് എന്താണെന്നും ഇന്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് തുടങ്ങാം. ബേസിക്കലി ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും 1 വർഷമൊക്കെ ചെയ്യുന്നത്. പക്ഷേ LLB സംബന്ധിച്ചിടത്തോളം ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷം 2 ഇന്റേൺഷിപ്പാണ്. 1 വർഷത്തെ 2 സെം ഉണ്ട്, ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും. ഈ ഫസ്റ്റ് സെമ്മിലേക്ക് 14 ദിവസവും സെക്കൻഡ് സെമ്മിലേക്ക് 14 ദിവസവും, അങ്ങനെ ടോട്ടൽ 28 ഡേയ്സ് ആണ് നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്നത്. ഈ ഇന്റേൺഷിപ്പ് നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ലെവലിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ബേസ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി, താലൂക്ക്, പഞ്ചായത്ത് എന്നിങ്ങനെ ഈ ഒരു ബേസ് ലെവലിൽ നിന്ന് തുടങ്ങണം. ചാടിക്കേറി ഹൈക്കോടതിയിലൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമേ മനസ്സിലാവില്ല. തന്നെ ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നമുക്ക് MG യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ-മെയ് മാസങ്ങളിലാണ് സാധാരണയായിട്ടും. വേറൊന്നുമല്ല, അപ്പം നമുക്ക് ക്ലാസ് ഇല്ല. ഇപ്പോൾ ഈ ക്ലാസ് ഉള്ള സമയത്ത് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സമയം അനുവദിക്കും. ഈ CV ക്യാമ്പ്, അതായത് വാല്യുവേഷന് ടീച്ചേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇതാണ് നിങ്ങളിത് കണ്ടിട്ട് ഒരു iPhone 15 എങ്ങനെയുണ്ട്? ആരെങ്കിലും പറയുന്നത് iPhone 15 പക്ഷെ നമ്മൾ പുതിയ കവറ് സർപ്രൈസായിട്ട് വാങ്ങിയിട്ടുണ്ട്. കൃഷിയും കവറൊക്കെ മാറ്റി, എല്ലാവരും കവർ മാറ്റി. നമുക്ക് എല്ലാവരും പുതിയ കവറാണ് ചെയ്തെടുത്ത് വെക്കാം. പക്ഷെ ഇതെനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് വെക്കാം, പക്ഷെ അല്ല താഴെ പൊട്ടോ. പുതിയതാണോ? അത് ഞങ്ങളെന്താണ് ഓക്കെ ഗൈസ്, ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഞാൻ ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? അതല്ല, സ്വന്തമായിട്ട് തസ്തിയുടെ കാശ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കൊടുത്തത്. തസ്തിയുടെ കാശൊന്നും എൻ്റെ കിടപ്പില്ല. ഞാനിത് ഹാപ്പിയാണോ? ഇനി വരുന്നൊരു ഫോണാണ്. നമുക്ക് ഇനി കോളേജ് വേർഷൻ കാണാം. iPhone 15 ഒരു കാര്യമില്ല. ആൾക്കാർ പാരസെറ്റമോളൊക്കെ ഒട്ടിച്ചാൽ വിചാരിക്കും ഇനി കവറുണ്ട്. നമുക്ക് സ്നേഹന്ന ക്ലാസ്സും കൂടെ മാറ്റിത്തരാമോ?
അയ്യോ ഫോണിന്റെ പോയ പോക്ക് നോക്ക്. പക്ഷെ എനിക്ക് ഇതായിരുന്നു കുറച്ചും കൂടി കവറൊന്ന് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. ഹലോ ഹലോ. എൻ്റെ നിന്നെ ഞാൻ സമ്മതിച്ചു. നമ്മൾ ഓഫീസിൽ വന്നിട്ട് വിത്തിൻ 15 മിനിറ്റിൽ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ട അൺബോക്സിംഗ് ഒക്കെ. ഒരിക്കലും നിങ്ങൾ കോടതിയിൽ വന്നിട്ട് ഇങ്ങനെയാണ് കാണിക്കുകയെന്ന് കരുതരുത്. കംപ്ലീറ്റ്ലി നമ്മൾ കോടതിയിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഓഫീസിൽ ഇരുന്ന സമയത്തുള്ളതാണ് ആ വ്ളോഗ്. ഫയലൊക്കെ നമുക്ക് വായിക്കാൻ തരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് അതൊക്കെ എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ കോടതിയിൽ എടുക്കുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പുറത്തായതുകൊണ്ട് അവൾ ഷോർട്സ് ഇടുന്നുണ്ട്. തസ്നിക്ക് യൂട്യൂബ് ചാനലുണ്ട്. സോ ഷോർട്സിന് വേണ്ടി ജസ്റ്റ് പുറത്ത് മാത്രം നമ്മൾ ആഡ് ഓൺ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട സമയം വരെ പറഞ്ഞു. സോ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിലെ ഒരു റിട്ടേൺ റിക്വസ്റ്റ് നമ്മൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സാറിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. സോ സാർ അത് വായിച്ചതിന് ശേഷം കോളേജിൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്, ആരൊക്കെയാണ് പോകുന്നത് എന്ന്, എത്ര ഡേറ്റ് മുതൽ എത്ര ഡേറ്റ് വരെ, എത്ര ദിവസത്തേക്കാണ് പോകുന്നത് അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ എഴുതേണ്ടത്. സോ ഈ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞ ഉടനെ കോടതിയിൽ നിന്നും കോടതിയല്ല, നമ്മുടെ കോളേജിൽ നിന്നിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ തരും. നമ്മൾ എവിടെയാണോ പോകേണ്ടത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ നേരെ എവിടെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഹെഡ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഹെഡിനെ കൊണ്ട് കാണിക്കുക. അപ്പോഴത്തേനും അവർ ഓൾറെഡി നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എവിടെയാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാര്യം അവിടെ ചെയ്യാൻ പറ്റുമോ, എല്ലാ ഓഫീസേഴ്സിലും എല്ലാ ഗവൺമെൻറ് ഓഫീസിലും അല്ലെങ്കിൽ എല്ലാ ലീഗൽ ഫേംസിലും ഒന്നും ഇൻറ്റേൺഷിപ്പ് അലോട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല നമ്മളെ. സോ അത് പ്രോപ്പറായിട്ട് ആദ്യം തന്നെ വിളിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അവിടെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പളിന് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുക, കോളേജിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ വാങ്ങിക്കുക, നേരെ നമ്മൾ എവിടെയാണോ അന്വേഷിച്ച് അതിൻ്റെ ഹെഡ് ഓഫ് ദി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ കാണിക്കുക, നമ്മൾ നേരെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആദ്യമേ കയറി ചെന്ന് കോടതി ചെയ്യാൻ പാടില്ല. കാര്യം നിങ്ങൾ ലോ സബ്ജക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ചാടി കയറി ആദ്യമേ പോയൊരു കോടതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. സോ അങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. താലൂക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിങ്ങനെ സ്ഥലങ്ങളിൽ ആദ്യം ചെയ്ത് നിങ്ങളൊന്ന് ഓക്കെ ആവണം. ലൈക്ക് അതാണ് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്നത്. അവിടെ എന്തൊക്കെയാണ് രീതികൾ, എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടാണ്. ഈ പറഞ്ഞ ഞങ്ങളും ആദ്യം ഞാൻ ചെയ്യുന്നത് താലൂക്കിലാണ്. ഞങ്ങളുടെ നാട്ടിലെ മാവേലിക്കര താലൂക്ക് ഓഫീസിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്നത്. സോ നിങ്ങൾ യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. ഇൻറ്റേൺഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം LLB കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ട് ഡേ 1, ഡേ 2 ഇപ്പോൾ 14 ദിവസം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡേ 1 എന്തൊക്കെ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ടും നിങ്ങൾ തയ്യാറാക്കേണ്ടതാണ്. സോ ഈ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ അവസാനം എല്ലാ സെമസ്റ്ററിലെയും ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ, ഈച്ച് സെമ്മിൽ 14 ഇൻറ്റേൺഷിപ്പ് മറന്നു പോകണ്ട. സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വൈവ ഉണ്ടായിരിക്കും. അത് നമ്മുടെ കോളേജുകാർ പോലും അല്ല നടത്തുന്നത്, പുറത്തുനിന്ന് ടീച്ചേഴ്സും അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുമാണ് അത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇൻറ്റേൺഷിപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആൻഡ് ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അത് നിങ്ങൾക്ക് 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി വരെ തരും. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള, പ്രോപ്പറായിട്ടുള്ള, ജെന്യൂൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുക തന്നെ വേണം. ഹൈക്കോടതിയിലെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. നമ്മളൊരു ലോ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഉറപ്പായിട്ടും നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഹൈക്കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് കോടതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. കാര്യം വേറൊന്നുമല്ല, സത്യം പറഞ്ഞോണ്ടല്ലോ, അഡ്വക്കേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്ലീഡർ ആവുക, അതൊക്കെ സത്യം പറഞ്ഞാൽ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ഫ്യൂച്ചർ എന്തായിരിക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സംതിങ് ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സാധനം നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് അടിപൊളി ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെല്ലാം ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ ഒതുക്കേണ്ടി വന്നു. എന്തായാലും ഒന്നും കൂടെ ഇൻറ്റേൺഷിപ്പ് എവിടെയെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഞാൻ എന്തായാലും റിപ്ലൈ തരും. ബിക്കോസ്
എന്നെപ്പോലെ നിങ്ങളും ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കും സംശയങ്ങളുണ്ട് എന്നൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മെസ്സേജിന് ഉറപ്പായിട്ട് റിപ്ലൈ തരും. ഇൻ കേസ് എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോയിൽ പറയും എന്തുകൊണ്ടാണ്, ഞാൻ തിരക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പറയും. സോ അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ മടിക്കേണ്ട. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം, ലോ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. ആൻഡ് ക്ലീനെ പറ്റി നമ്മൾ സീരീസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ മറന്നതല്ല, എൻ്റെ ഇൻറ്റേൺഷിപ്പും എക്സാമും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് റഷായിപ്പോയി. അതുകൊണ്ടാണ് ലാസ്റ്റ് ഷോർട്സ് കണ്ടവർക്കറിയാം ഞാൻ എത്രത്തോളം റഷായിരുന്നു ഈ സെമിസ്റ്റർ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ്ലി ഒരു ക്ലീ എന്ന് പറയുമ്പോൾ നമുക്ക് ചാടിക്കേറി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് ആഫ്റ്റർ നമ്മൾ പോകാൻ നേരത്ത് പ്ലാൻ ചെയ്തതാണ്. ലാസ്റ്റ് ഡേ ആയിരുന്നു ഇത്. സോ നമ്മൾ മാങ്ങ, ചക്ക എന്ന് വേണ്ട പകലമാന സാധനങ്ങളും കഴിച്ചിട്ടാണ് പോയത്. സോ എൻ്റെ വ്ളോഗിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുഴപ്പമില്ല, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും. അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഉടനെ അടുത്ത വ്ളോഗ് ഇടാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒന്ന് പാളിപ്പോകുന്ന പോലെ എന്തായാലും ഞാൻ ശ്രമിക്കും. അപ്പം